സർ, ഉത്തരേന്ത്യയിൽ BJP പയറ്റി തെളിഞ്ഞ ആ ഒരു കാശിന്റെ രാഷ്ട്രീയം നമ്മുടെ പാലക്കാടും എത്തിയിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? പാലക്കാട് മാത്രമല്ല, യഥാർത്ഥത്തിൽ കേരളം മുഴുവൻ BJP അത് കൊണ്ടുവന്നിരിക്കുകയാണ്. BJP വളരെ സമൃദ്ധമായിട്ടൊരു പാർട്ടിയാണ്. അവർ കൃത്യമായിട്ട് ജനങ്ങളെ സേവിക്കുന്നുണ്ട്. ആ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 363 ലിറ്റർ മദ്യം നേമത്തുള്ള ബൂത്ത് ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ അത് 6 ലിറ്റർ മാത്രമാണ് കാണിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ വലിയ പരാതി ഉണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ഒരു BJP നേതാവിൻ്റെ സഹോദരൻ്റെ കമ്പനി, പേരുകളെ മനഃപൂർവ്വം പറയാത്തതാണ്, സഹോദരൻ്റെ അച്ചാറ് കമ്പനിയിൽ നിന്ന് കിറ്റുകൾ ഇതുപോലെ പിടിച്ചെടുത്തു. ഒരു സൂപ്പർ മാർക്കറ്റ് സേവന പ്രവർത്തനത്തിന് വേണ്ടി എന്നാണ് അവർ പറയുന്നത്. സേവന പ്രവർത്തനത്തിന്, മറ്റേ മദ്യം കൊണ്ടുവന്നത് സേവന പ്രവർത്തനത്തിനാണ്. നമുക്ക് തെറ്റ് പറയാനില്ല. പിന്നെ ഇവർ വളരെ ഉദാരമനസ്കയായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ കൊണ്ടിട്ട് ഒരു മരണ വീട്ടിൽ കൊണ്ട് 15,000 രൂപ കൊടുത്തു. മറ്റു പല സ്ഥലങ്ങളിലും കൊണ്ട് അവർ 5,000 രൂപ കൊടുത്തു. അതൊരു സേവനമാണല്ലോ. കാരണം പണമില്ലാത്തവർക്ക് പണം. ഇലക്ഷൻ കമ്മീഷൻ അപ്പോൾ സമ്പൂർണ്ണമായിട്ട് നോക്കൂ. പക്ഷെ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അത്തരത്തിലുള്ളൊരു സംവിധാനമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഒരു നോക്കൂത്തിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊന്നും തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് കണ്ടുപിടിച്ചതല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ടുപിടിച്ചാലും അവരോട് നടപടി എടുക്കുന്നു. അല്ല, കണ്ടുപിടിച്ചാൽ അവർ നടപടി എടുക്കേണ്ടതാണല്ലോ. അതെന്തെങ്കിലും നിൽക്കട്ടെ. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ രാവിലെ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, വളരെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ അത്തരത്തിലുള്ളൂ. ബാക്കിയുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാർ ഇതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ തന്നെ അവരുടെ ഇൻസ്പെക്ഷൻ എന്താണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയട്ടെ. കാരണം ഞാനൊരു 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞുകൊണ്ട് നോക്കിയതാണ്. അന്നേരം തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇവരുടെ ഇൻസ്പെക്ഷനൊക്കെ എത്രത്തോളം ഉണ്ട്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പിറവത്തും അതുപോലെ മൂവാറ്റുപുഴയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വണ്ടി ഏതാണ്ട് ഒരു 3 തവണ തടഞ്ഞു നിർത്തി ഇവർ പരിശോധിച്ചില്ല, എന്നോട് ചോദിച്ചിട്ട് പിന്നെ വിടുകയൊക്കെ ചെയ്യും. ഫ്ലൈയിങ് സ്ക്വാഡ്. സ്ക്വാഡുകൾ പലതും എന്ത് ചെയ്തു. അത് 1 കിലോമീറ്റർ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ആളുകൾ രാത്രി 12 മണിക്ക്. അപ്പം ഞാൻ പറഞ്ഞു പണമൊന്നുമില്ല, വേണമെങ്കിൽ പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവർ പോയി. ഞാൻ പറഞ്ഞത് ഇത് BJP ഇവിടെ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയും ജയിക്കുക, എന്തും ചെയ്തും ജയിക്കുക എന്നുള്ളൊരു പാർട്ടിയാണ് BJP. അതായത് പണം കൊടുത്ത് വേണമെങ്കിൽ ഒരു പാർട്ടിയെ തന്നെ പർച്ചേസ് ചെയ്യുക, MLA-മാരെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയുടെ ചെറിയ ടെക്നിക്കുകൾ, തന്ത്രങ്ങൾ ഇവിടെയും കൂടി പയറ്റാൻ നോക്കി. പക്ഷേ ശോഭാ സുരേന്ദ്രൻ അടപടലം തേഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശോഭാ സുരേന്ദ്രൻ ആദ്യം ആ സ്ത്രീയെ അറിയില്ല എന്ന് പറഞ്ഞു. ആ ഒരു സ്ത്രീയെ പിന്നീടാണ് ആ സ്ത്രീ ഒപ്പം നിൽക്കുന്ന ഫോട്ടോകൾ പുറത്തു വന്നത്. ആ സ്ത്രീ രാജീവ് ചന്ദ്രശേഖരോടൊപ്പം വരെ നിൽക്കുന്നുണ്ട്. പിന്നീട് ആ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല പൊതുവെ. അല്ല, ശോഭാ സുരേന്ദ്രൻ വളരെ നല്ലൊരാളാണ്. കാരണം എന്ന് വെച്ചാൽ 90 സെക്കൻഡിനകത്ത് അവർ 9 നുണകൾ പറഞ്ഞുകൊണ്ട് പല രാഷ്ട്രീയ നേതാക്കന്മാരെ വെട്ടിക്കാൻ അവർ ശ്രമിച്ചു, പരാജയപ്പെടുത്താൻ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ പറയുന്ന ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം പറയുന്നത് ഈ സ്ത്രീയുടെ പുറകെ വന്ന് ഇവർ കാറിൽ കയറി ഇരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനോട് വന്നിട്ട് ചോദിക്കുന്നത്, ശോഭേച്ചി ഇങ്ങനെ പൈസ കൊടുക്കുന്നത് ശരിയല്ലല്ലോ ശോഭേച്ചി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഇവർ പറയുന്ന വാചകം, ആദ്യം ശോഭേച്ചി അതിനകത്ത് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, കാശ് കൊടുത്തോ എന്നുള്ളതാണ്. അപ്പോൾ കൊടുത്തോ എന്നുള്ളത് ഈ കയറിയ സ്ത്രീ പറയുന്നുണ്ട്, കൊടുത്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവർ വന്നിട്ട് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്ന വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇവരുടെ വെല്ലുമ്മയാണെന്നാണ് പറയുന്നത്. ആ വെല്ലുമ്മേനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ മകളെയും ചെറുമകളെയും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ മഹാരാഷ്ട്രയിൽ വിമാനമോ ട്രെയിനോ പിടിച്ച് ഇവിടെ വരെ എത്തിയിട്ട് അവർ ശോഭാ സുരേന്ദ്രൻ്റെ കാറിൽ കയറി ജസ്റ്റ് ഇവരുടെ വീടിൻ്റെ മുമ്പിൽ എത്തിയിട്ട് വെല്ലുമ്മയോട് ഭയങ്കരമായ സ്നേഹമുണ്ട്. പക്ഷേ ഒരു വെല്ലുമ്മയോട് ഒന്നും മിണ്ടുന്നില്ല, ജസ്റ്റ് കാശ് ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ ഓടിക്കളയാണ്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടത് അത്തരത്തിലുള്ളൊരു മകൾ നമുക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് വണ്ടി പിടിച്ച് ഇവിടെ വരെ വന്നിട്ട് 5,000 രൂപ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഓടിക്കളയുന്നു. പിന്നെ അങ്ങനത്തെ ഒരു വെല്ലുമ്മ എനിക്കില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര സങ്കടം എനിക്ക് തോന്നി. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയത്തില്ലയും പറയുന്നില്ല മകളൊന്ന് കയറിയിരിക്കും, മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതല്ലേ ഒന്നും പറയുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു വെല്ലുമ്മയും മകളും ആയിട്ടുള്ള വളരെ അനിത സാധാരണമായ ബന്ധമാണ്. പറയട്ടെ വെല്ലുമ്മ വോട്ട് ചെയ്യാനല്ല, വെല്ലുമ്മ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, എല്ലാവരോടും ഞാൻ വന്നപ്പോൾ പണം ചോദിച്ചിരുന്നു, ഒരു മാസം മരുന്നിന് 5,000 രൂപ വേണം, അതുകൊണ്ട് 5,000 രൂപ ചോദിച്ചു, പക്ഷേ ഇവർ മാത്രമേ തന്നുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞിട്ട് അവർ മാറ്റി പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി ഇത് ഈ കാറിൻ്റെ ഇൻസിഡൻറ്റിലേക്ക് വരാം. കാറിൻ്റെ ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ഇവരോട് നേരെ വീണ്ടും ചോദിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട്, നീ ആരാണ് എൻ്റെ വീഡിയോ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് വീഡിയോ ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട്. ഒരു മിനിറ്റ് പറഞ്ഞിട്ടേന്നേ. അപ്പോഴൊന്നും ശോഭാ സുരേന്ദ്രന് ഈ അശ്ലീല ആഗ്യം കാണിച്ചു എന്ന് പറയുന്ന കമന്റില്ല. അശ്ലീല ആഗ്യം താങ്കളെ കാണിച്ചു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ത്രീനെ കാണിച്ചുവെങ്കിൽ അവരത് ചോദിക്കാൻ വേണ്ടി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഡയലോഗ് എന്തായിരിക്കും? പക്ഷേ രണ്ടാമത്തെ ഡയലോഗ് എന്തായിരിക്കും? മൂന്നാമത്തെ ഡയലോഗായിട്ടെങ്കിലും നീ എന്നെ അശ്ലീല ആഗ്യം കാണിച്ചില്ല എന്ന് പറയണ്ടേ? അത്തരത്തിലുള്ള ഒരു കാര്യം പറയുന്നില്ല. ആ പറയുന്നത് എപ്പോഴാണ്? പിന്നെ പത്രക്കാരെ കാണുമ്പോൾ, മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്ന കവചം എടുത്തുകൊണ്ട് അടുത്ത നുണ പറയുകയാണ്. മനസ്സിലായോ? ആ ഭാഗ്യത്തിന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് ഉണ്ടായില്ലെന്ന് പറയണ്ടായിരുന്നു, അത് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ കാര്യം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒരു വാചകം കിട്ടി, ഞാൻ ചിരിച്ചുപോയി, അതെല്ലാം AI ആണെന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ അടുത്തൊരു കാര്യം കൂടെയുണ്ട്. മീഡിയ വണ്ണിനെ പിടിച്ചിട്ട് അതൊന്ന് വർഗീയമായിട്ടൊരു ചെറിയ അനുകൂലമാക്കാൻ പറ്റുമോ നോക്കിയത്. മീഡിയ വണ്ണിൻ്റെ ആളുകൾ ഗൂഢാലോചന നടത്തി എന്നാണ് പറയണത്.
സത്യം പറഞ്ഞാൽ കൈയോടെ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ അതിനകത്ത് വേറെ ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ മുൻപും ഇതേപോലെ തന്നെ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുള്ളതല്ലേ? ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഈ പറയുന്ന പോലെ സേവനത്തിന് വേണ്ടിയല്ല എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പുകൾ സേവനത്തിന് വേണ്ടിയല്ല എന്നല്ല. താങ്കൾ ഈ വോയിസ് ക്ലിപ്പുകളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കേൾക്കണം. സിനിമ കാണുന്ന പോലെ കേൾക്കണം. ഈ കാശ് കുറച്ച് എനിക്ക് കിട്ടണം, കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 25 ലക്ഷം എനിക്ക് എടുക്കാനാണ്. അതൊരു പുണ്യപ്രവർത്തിക്കല്ല എന്നാണ്. ധർമ്മത്തിന് വേണ്ടിയല്ല. ധർമ്മത്തിന് വേണ്ടിയല്ല, പുണ്യപ്രവർത്തിക്ക് വേണ്ടിയല്ല. സേവനം എന്ന് പറയുന്നില്ല. സേവന പ്രവർത്തനം അവർ ചെയ്യുന്നുണ്ട്, ഇതുപോലെ കാശ് കൊടുക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. പിന്നീട് അവരത് നിഷേധിച്ചിരുന്നോ? അത് ആ വോയിസ് ക്ലിപ്പുകൾ ഏതാ? ആ വോയിസ് ക്ലിപ്പുകൾ നിഷേധിച്ചിട്ടില്ലല്ലോ. അവർ പിന്നെ എന്ത് നിഷേധിക്കും? ഇപ്പം ഇന്നലെ വന്നിട്ട് പറഞ്ഞ AI ആണെന്നല്ലേ പറഞ്ഞത്. കാരണം AI ആണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം മനസ്സിലായോ? ഇതിലൊരു വലിയ ഡാമേജ് ഉണ്ടായി. ആ ഡാമേജ് എന്ത് ചെയ്തു? രാവിലെ വന്നിട്ട് AI ആണെന്ന് പറഞ്ഞ് വൈകുന്നേരം വരെ ഒന്ന് പിടിച്ചിരുന്നാൽ മതിയല്ലോ. പിന്നെ അടുത്ത കേസും പുലിവാലൊക്കെ നോക്കാവുന്നത്. ഈ പണം നൽകിയ സ്ത്രീയെ പിന്നെ കണ്ടിട്ടില്ല. പണം നൽകിയ സ്ത്രീയെ പിന്നെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവരുടെ കാറിയിരിക്കുന്ന ദൃശ്യം എടുത്ത് പത്രക്കാരിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവർ പറയുന്നത് എനിക്കറിയില്ല, ഇത് നിഴലാണെന്ന് പറയണം. മുല്ലപ്പൂ ചൂടിയ നിഴലാണെന്ന് പറയണം. ഓക്കെ, പണ്ട് വിസ്മയത്തുമ്പത്തെന്ന് പറഞ്ഞ സിനിമയിലെ നയൻതാരയൊക്കെ വന്നതുപോലെ നിഴലാണ്, നിങ്ങൾക്ക് തോന്നിയതാണെന്ന് പറയണം. ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പൂ ചൂടിയതല്ല, ശരിക്കും നമ്മൾ ചെമ്പരത്തിപ്പൂ ചൂടേണ്ടതാണ് ഇവരെ കാണാൻ. മനസ്സിലായി? ഇത് ആളെ പൊട്ടറാക്കുന്ന ഡയലോഗ്. അത് കഴിഞ്ഞിട്ട് അവർ ഈ ഇരിക്കുന്ന ദൃശ്യം കാണിച്ചു കൊടുത്തപ്പോൾ ഇവർ പറയുന്ന അടുത്ത ഡയലോഗ് എന്താണെന്നറിയാമോ? കയറുന്ന ദൃശ്യമില്ലല്ലോ എന്നാണ്. കയറിയിട്ടല്ല അതിനകത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ശോഭാ സുരേന്ദ്രൻ ഈ തർക്കം നടക്കുമ്പോൾ ആ സ്ത്രീ ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ ആ സ്ത്രീയുടെ ഡോർ അടച്ചുകൊണ്ട് ഇറങ്ങണ്ട എന്ന് പറയുന്ന ദൃശ്യവും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ 90 സെക്കൻഡിനകത്ത് ഏതാണ്ട് 9 നുണ പറഞ്ഞ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതീശനെ പോലും വയനാട് ഫണ്ടിന്റെ കാര്യത്തിൽ സതീശൻ പറഞ്ഞ നുണകളെയും വെട്ടിച്ചുകൊണ്ട് അനുസ്യൂതം മുന്നേറുകയാണ് എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷം. സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണമായിട്ട് പരാജയമാണോ ഈ പറയുന്ന BJPയുടെ ഈ പണാധിപത്യത്തെ തടയാനോ ഇങ്ങനെയുള്ള ഈ പറയുന്ന പ്രവർത്തനങ്ങളെ തടയാനൊക്കെ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല? ഇപ്പൊ ഒരു സീറ്റ് പോലും ഇല്ലാതെ BJP ഇത്രമാത്രം. ഞാൻ എന്തുകൊണ്ടാണ് സത്യത്തില് ഈ അർജുൻ ഈ ചോദ്യം ചോദിക്കാത്തതെന്ന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ കിട്ടുന്ന ഗ്യാപ്പിന് നമുക്കൊന്ന് പിണറായി കൂടി കുറ്റം പറഞ്ഞേക്കാന്നുള്ളതാണ്. എൻ്റെ പൊന്നർജുൻ, ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നെ പിണറായി അല്ല ഭരിക്കുന്നത്, പോലീസ് അടക്കം ഇലക്ഷൻ കമ്മീഷന്റെ കൺട്രോളിലാണ്. ആ ഇലക്ഷൻ കമ്മീഷനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തടയേണ്ടതും കണ്ടുപിടിക്കേണ്ടതും. അവർ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള ജ്ഞാനേഷ് കുമാർ അടക്കം എന്തൊക്കെയോ കോമഡികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ യാഥാർത്ഥ്യം ഒന്നും പറയുന്നില്ല. 47 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ എങ്ങനെയാണ് രാത്രി മഹാരാഷ്ട്രയിൽ ചെയ്തത് എന്ന് ചോദിച്ചതിന് ഇതേവരെ ഉത്തരവില്ല. കഴിഞ്ഞ തവണ 2024 ലോക്സഭയിലേക്കുള്ള കണക്കുകൾ പുറത്തേക്ക് വിട്ടപ്പോൾ 7 തവണ ഉണ്ടായിട്ടുള്ള കണക്കുകൾ പലതും വളരെ വൈകിയാണ് പെർസെൻറ്റേജുകൾ പോലും പുറത്തേക്ക് വിട്ടത്. അതും കൃത്യമായിട്ട് കണക്കുകളില്ല. കണക്കുകളിലൊക്കെ വളരെ വലിയ പൊരുത്തക്കേടാണുള്ളത്. അത്തരത്തിലുള്ള പൊരുത്തക്കേടുകളെ കുറിച്ച് ഈ പറയുന്ന പോലെ പരകാല പ്രഭാകർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ധനമന്ത്രിയുടെ ഭർത്താവായിട്ടുള്ള നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് തന്നെ പുറത്തു വന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതിനൊന്നും ഉത്തരമില്ലാത്തൊരു ഇലക്ഷൻ കമ്മീഷൻ മറ്റേ സ്വരാജ് എഴുതിയ പോലെ നിഷ്കളങ്കരെ നിങ്ങൾ വിചാരിക്കുമോ തടയുമെന്ന്? അല്ല, ഇവരൊന്നും എന്തുകൊണ്ടായിരിക്കും സുപ്രീം കോടതിയെ ഒന്നും സമീപിക്കാത്തത്? ഇലക്ഷൻ കമ്മീഷൻ ഈ പൊരുത്തക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ ഒന്നും സമീപിക്കാത്തത് എന്തുകൊണ്ട്? നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വരെ തടഞ്ഞിട്ടുള്ളതും ആ ഒരു വിധി വരെ റദ്ദാക്കിയിട്ടുള്ളതും ഇതേ സുപ്രീം കോടതി തന്നെ ആയിരിക്കില്ലേ? അപ്പൊ ഇങ്ങനെ അപാകതകൾ ഉണ്ടെങ്കിൽ ഇവർ എന്തുകൊണ്ടായിരിക്കും ഈ ഇലക്ഷൻ കഴിയുന്ന ഒരു വേളയിൽ ഒരാഴ്ചക്കുള്ളിലോ 2 ആഴ്ചക്കുള്ളിലോ ഒന്നും തന്നെ ആരും സുപ്രീം കോടതിയെ സമീപിക്കുന്നത് കണ്ടിട്ടില്ല? സുപ്രീം കോടതിയെ സമീപിച്ചാൽ എന്ത് സംഭവിക്കുന്നതാണ്? സുപ്രീം കോടതിയെ കാരണം നമ്മുടെ ഒരു മുൻ ഞാൻ തിരിച്ചൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെങ്കിൽ, സോ ഇപ്പൊ ഇതൊക്കെ വിട്, ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ ഒന്നും പ്രശ്നമാക്കണ്ട. ഒരു ജഡ്ജി കർണാടകത്തിൽ ഈ പറയുന്ന പോലെ വന്നിട്ട് പ്രസംഗിച്ചല്ലോ. എന്താണ് പ്രസംഗിച്ചതെന്ന് ഓർമ്മയുണ്ട? എന്താണ് പ്രസംഗിച്ചത്? അതായത് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ മറ്റ് മതങ്ങൾ, ഹിന്ദുക്കളല്ലാത്തവരൊക്കെ തന്നെ മാംസാഹാരം കഴിക്കുന്നു. ഈ മാംസാഹാരം കഴിക്കുന്നത് അവരിൽ ഈ പറയുന്ന പോലെ ക്രൗര്യം ഉണർത്തും എന്ന് പറഞ്ഞ് പ്രസംഗിച്ചല്ലോ. എന്ത് നടപടിയാണ് എടുത്തത്? അപ്പോൾ ജഡ്ജിമാരെയും സമ്പൂർണ്ണമായിട്ട് BJP വിലക്ക് വാങ്ങിയിട്ടുണ്ട്. ഏതാ ജഡ്ജിമാരെ സമ്പൂർണ്ണമായിട്ടും സുപ്രീം കോടതി? അതൊക്കെ വലിയ വാചകമാണ്. ഇപ്പൊ ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്കെതിരെ കോട്ടർ ലക്ഷ്യത്തിന് കേസെടുക്കാം, അല്ലെങ്കിൽ കോടതിക്ക് എന്താണ് അവരെ അപമാനിച്ചതിന് കേസെടുക്കാം. ആ കെണിയിലേക്കൊന്നും ഞാൻ വന്ന് ചെല്ലാമെന്ന് വിചാരിക്കരുത്. ഞാൻ പറയാം ഉത്തരം പറയാം. താൻ മുഴുവിപ്പിക്കട്ടെ. ഇത് ഉത്തരം പറയാം. എനിക്ക് എല്ലാത്തിനും ഉത്തരവുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഉത്തരം പറഞ്ഞിട്ടേ പോകുള്ളൂ അർജുൻ്റെ ഏത് ചോദ്യത്തിനും. പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ത്യ മുഴുവൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇക്കോ സിസ്റ്റത്തിന്റെ ഭാഗമായി ഈ പറയുന്ന പോലെ അതിൻ്റെ സ്വാധീനം കോടതികളിലേക്ക് കൂടി വന്നിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിധി എന്താണ്? ആ വിധി എന്ന് പറയുന്നത് ബാബറി മസ്ജിദും അതുപോലെ അയോധ്യ കേസുമായിട്ടുണ്ടായ വിധി പോലും അതൊരു അമിക്കബിൾ സെറ്റിൽമെന്റ് ആയിരുന്നു എന്നുള്ളത് ഭഗ്യന്തരേണ കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്ത് വിധി എഴുതണം എന്ന്. ഭരണഘടന അനുസരിച്ച് വിധി എഴുതണമെങ്കിൽ ദൈവത്തോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ തന്നെ വളരെ വളരെ മികച്ച ഒരു ന്യായാധിപനാണെന്ന് കണ്ടിരുന്ന ഒരാൾ പിന്നീട് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്വാധീനങ്ങളൊക്കെ നമ്മുടെ ജുഡീഷ്യറിയിലേക്ക് കൂടി കടന്നിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധിയെ ശിക്ഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് 2 കൊല്ലം മാത്രം ഈ പറയുന്ന പോലെ മാക്സിമം പണിഷ്മെന്റ് വിധിക്കാവുന്ന സ്ഥലത്ത് ഈ പറയുന്ന 2 കൊല്ലത്തിൽ നിന്ന് 1 ദിവസം കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അയോഗ്യരാക്കപ്പെടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു വിധി ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയെല്ലാം BJP ഒരു ആധിപത്യം നേടുമ്പോഴും പിന്നെ ശരിക്കും സുപ്രീം കോടതി BJP മുന്നോട്ട് കൊണ്ടുവന്ന കൊളീജിയം സംവിധാനം എല്ലാം എതിർക്കുകയായിരുന്നില്ലേ ചെയ്തത്? അല്ല, സുപ്രീം കോടതി എന്ന് പറയുന്ന കോടതികൾ പല വിധികളും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിനെതിരെ അവരല്ലേ വിധി പ്രഖ്യാപിച്ചത്? അതെ, അപ്പോൾ അത് BJP പ്രഖ്യാപിക്കുക. എന്തുകൊണ്ടാണ് ആ ഇലക്ട്രൽ ബോണ്ടിന്റെ വരെ പബ്ലിഷ് ചെയ്യണമെന്ന് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ പബ്ലിഷ് ചെയ്യണമെന്ന് സുപ്രീം കോടതിയിലെ വിധി പ്രഖ്യാപിച്ചത്? അതൊക്കെ അത്തരത്തിൽ അപ്പൊ അങ്ങനെ വിരുദ്ധമായിട്ടുള്ള വിധികളും ഉണ്ടാവുന്നില്ലേ BJP സർക്കാർ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പല സുപ്രീം കോടതിയിലെ ജഡ്ജിമാരടക്കമുള്ള ആളുകൾ പിന്നീട് BJPയുടെ രാജ്യസഭാംഗമായിരുന്നുണ്ട്. അവർ പോലും BJPക്ക് എതിരായിട്ടുള്ള വിധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ വിധി പ്രഖ്യാപിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് കോടതി പ്രഖ്യാപിച്ചു. ശരി, ഞാൻ സമ്മതിക്കുന്നു. ആ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പ്രഖ്യാപിച്ച അതേ നിമിഷത്തിൽ തന്നെ ഒരു കാര്യം കൂടി സംഭവിച്ചു. അത് ചെയ്യുന്നത് 5 കൊല്ലത്തിന് ശേഷമാണ്. ആ 5 കൊല്ലത്തിനിടയിൽ 12,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വിവിധ പാർട്ടികളിലേക്ക് എത്തിയതിന് ശേഷമാണ് ആ വിധി പ്രഖ്യാപിക്കുന്നത്. അത് പുറത്തേക്ക് വിടണം എന്നുള്ളത് പറഞ്ഞു. അത് കറക്റ്റാണ്. പക്ഷെ അപ്പോഴും ആ പണത്തിന്റെ കാര്യത്തിൽ അത് കിട്ടിയവർക്കെല്ലാം എടുക്കാൻ പറ്റി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മനസ്സിലായോ? അപ്പൊ അത്തരത്തിൽ പല നമ്മളിപ്പോ കോടതി വിധികളെ ചർച്ച ചെയ്യുന്നതെങ്കിൽ വേറെ കാര്യം ഉണ്ടാവില്ല. അർജുൻ പറഞ്ഞ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മേടിച്ചു. കോൺഗ്രസ് മേടിച്ചു, TMC മേടിച്ചു. ഞാൻ പറഞ്ഞില്ലല്ലോ ഭരിക്കുന്ന പാർട്ടി മാത്രമാണ്. അതായത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു സ്റ്റേറ്റ് മാത്രം ഭരിക്കുന്ന പാർട്ടിയും വലിയ 1000 കോടി രൂപയിലേക്ക് മേടിച്ചു. 6000 കോടി രൂപ BJP കിട്ടി. അതുപോലെ അതിന് 3ാമത്തെ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. 4ാമത്തെ DMK 500 കോടി രൂപ സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഭരിക്കാത്തൊരു പാർട്ടി എന്ന് പറയുന്നത് CPM മാത്രമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭരണപക്ഷത്തിന്റെ അതേ ലൈൻ തന്നെയാണ് പ്രതിപക്ഷവും രാജ്യത്തെ പ്രതിപക്ഷവും സ്വീകരിക്കുന്നത്. നമ്മുടെ ചർച്ച ഇപ്പൊ അതല്ലല്ലോ. അതുകൊണ്ട് വേണമെങ്കിൽ അതിലേക്ക് പോകണമെങ്കിൽ പോകാൻ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, താങ്കൾ ചോദിച്ച 2 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ BJP ഇതുപോലെ കയറൂരി വിട്ടിരിക്കുകയാണോ പിണറായി വിജയൻ സർക്കാർ എന്നുള്ളതാണ് താങ്കൾ ആദ്യം ചോദിക്കുന്നത്. അതിനൊരു അടിസ്ഥാനമില്ല. അത് മണ്ടത്തരമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനാണ് ഇത് കണ്ടുപിടിക്കേണ്ടതും ഇത് നിയന്ത്രിക്കേണ്ടതും. അത് പോലീസാകണം. ചോദ്യം ചോദിച്ചത് CJP ഡീലിന്റെ ഭാഗമല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഏത് കേസുമായിട്ട് കോടതിയിലേക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചാൽ, കോടതിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും ഇതെല്ലാം നിർത്തിക്കഴിയുന്ന ഒരു നീതി അവിടെ നിന്ന് ഉണ്ടാകും. അങ്ങനെ ഇവരെ അയോഗ്യരാക്കപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഈ കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന ഏതെങ്കിലും കൈക്കൂലി കേസ്? ഇന്ദിരാഗാന്ധി വരെ അയോഗ്യയാക്കിയിട്ടുള്ള കോടതിയല്ലേ? ഉരുക്കുവനിത വരെ അയോഗ്യമാക്കിയിട്ടുള്ള കോടതിക്ക് ഇതിനും സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായി അതെന്നാണ് സുഹൃത്തേ? അല്ല, കാലഘട്ടം എത്രയായിരുന്നു? 1970 കാലഘട്ടം എത്രയായിരുന്നാലും നമ്മളെ അയോഗ്യമാക്കിയിട്ടുള്ളതല്ലേ? അയോഗ്യമാക്കിയിട്ടുള്ളതല്ലേ? അത് കാലഘട്ടത്തിന് പ്രാധാന്യമില്ല. അപ്പോ അതായത് 50 കൊല്ലം മുമ്പ് നടന്നൊരു കാര്യം വെച്ചിട്ട് ആ കോടതികൾ ഇന്ന് തന്നെ അങ്ങനെ ആയിരിക്കും എന്നുള്ളത് വിചാരിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ അങ്ങനെ നടന്നിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് 1975 അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പും പിമ്പുമായിട്ടൊക്കെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് കോടതിയിലേക്ക് പോയാൽ കോടതികളിൽ നിന്ന് ഉടനെ തീർപ്പുണ്ടാകും എന്ന് പറയുന്ന തെറ്റായ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, പറയരുത്. അത്ര എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ചിലപ്പോൾ കോടതികളിൽ നിന്ന് നല്ല വിധികൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു അഴിമതി കേസുകളിൽ എത്ര പേര് ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? കേരളത്തിൽ പോലും ഒരു അഴിമതി കേസ് ശിക്ഷിക്കപ്പെട്ട ഏക രാഷ്ട്രീയക്കാരൻ ബാലകൃഷ്ണപിള്ള മാത്രമാണ്. വേറെ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടോ? അതിന്റെ അർത്ഥം ഇന്ത്യയിൽ മൊത്തം ഒരു അഴിമതിയും നടന്നിട്ടില്ലെന്നാണോ? അതൊക്കെ വെറുതെ ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. കോടതിയും നിയമവും മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്, രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ കൂടിയാണ്. അപ്പൊ നമ്മൾ ഈ തിന്മകൾക്കെതിരെ എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കാൻ കഴിയും? നമ്മൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവരുടെ ധാർമ്മികത കുറെ കൂടി ഉയർത്തിക്കൊണ്ട് അവരുടെ രോഷം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ തിന്മകൾ അവസാനിക്കും. ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത്, പീഡന കേസുകളിൽ പെടുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ പേരൊന്നും പറയുന്നില്ല, പലരും എനിക്കറിയാവുന്നവരായതുകൊണ്ട്. അത് ശിക്ഷിക്കപ്പെട്ടില്ല. പക്ഷെ അവരെ ജനം ശിക്ഷിച്ചിട്ടുണ്ട്. കാരണം ചില തെരഞ്ഞെടുപ്പുകളിൽ വളരെ സേഫ് ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ നിന്ന് അവർ തോപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത് അവർക്കുള്ളൊരു മുന്നറിയിപ്പാണ്. അതായത് നിങ്ങൾ ഈ പണി ഇനിയും തുടർന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ തോക്കുമെന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ഇത് കോടതികൾ മാത്രമല്ല പരിഹാരം. കോടതികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സിസ്റ്റത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. പകരം ജനങ്ങളുടെ ഒരു ഇച്ഛാശക്തിയും ജനങ്ങൾ വലിയ കൃത്യമായിട്ടുള്ള റിയാക്ഷനുകളും കൊടുക്കുന്ന ഒരു കാലം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ മറ്റേ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരാൾ കോവിഡ് നിയന്ത്രണം ലംഘിച്ച് ഈ പറയുന്ന പോലെ ഒരു പാർട്ടിയിൽ പങ്കെടുത്തപ്പോഴത്തേക്കും എന്ത് ചെയ്യേണ്ടി വന്നു, രാജിവെക്കേണ്ടി വന്നു.
ആ രാജിവെക്കേണ്ടി വരുന്ന രീതിയിലേക്ക് നമ്മുടെ ധാർമ്മികതയും നമ്മുടെ ഈ പറഞ്ഞ പോലെ മൂല്യബോധങ്ങളും ഒക്കെ ഉയർത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ടുപോലും ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതെല്ലാം കോടതി വഴികളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ശോഭാ സുരേന്ദ്രന്റെ കേസിലേക്ക് തിരിച്ചു വന്നാൽ ശോഭാ സുരേന്ദ്രൻ തെളിയിച്ചു, കാരണം അടിച്ച് കരണം പൊട്ടിക്കും എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതോടുകൂടി ശോഭാ സുരേന്ദ്രൻ തെളിയിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ശോഭാ സുരേന്ദ്രൻ തെളിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവര് എങ്ങനെയാണ് ഈ പറയുന്ന പോലെ പിടിക്കപ്പെടുമ്പോൾ, അതായത് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ റിയാക്ട് ചെയ്തതെന്നുള്ളതും അതിൽ നിന്നും ജനത്തിന് മനസ്സിലായി ഇവർ ഇത്തരത്തിലുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അത് വലിയ ഡാമേജ് അവർക്കുണ്ടാക്കും. ഇതിൽ എനിക്ക് ഏറ്റവും ചിരി വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡാമേജ് കൺട്രോൾ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം മറുനാട് ഷാജൻ ഒരു വീഡിയോ ചെയ്തു. ഷാജൻ അതിൽ പറയുന്നത് ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഏത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതുപോലെ പണമൊക്കെ കൊടുക്കാറുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത്. ആദ്യത്തെ ന്യായീകരണം. അപ്പോൾ ശോഭ കൊടുത്തതിനും തെറ്റില്ല, പക്ഷെ പിടിക്കപ്പെട്ടത് ശോഭ മാത്രമാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ ന്യായീകരണം പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ട ജോലിയാണെന്നാണ്. എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. ശരിക്കും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് അല്ലേ? അല്ല, ചട്ടലംഘനം മാത്രമല്ല, ഒരു മിനിമം മര്യാദ ഇല്ലാത്ത കാര്യമില്ല. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം എന്ന് വിചാരിക്കും. കളക്ടർ വരെ തുറന്ന് പറയുന്നത് അവരങ്ങനെ സമ്മതിച്ചിട്ടില്ല, മേടിച്ചവർ അങ്ങനെ സമ്മതിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പറയുന്ന പോലെ നടപടികളൊക്കെ. അപ്പൊ അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടന്റ് എന്ന് പറയാണ് കത്തി കുത്തവനും കുത്തുകൊണ്ടവനും സമ്മതിച്ചിട്ടില്ലെങ്കിൽ ക്രൈം നടന്നിട്ടില്ലെന്നാണോ? അപ്പൊ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെ കടന്നുപോട്ടെ. അങ്ങനെ കടന്നുപോണ്ടെങ്കിലും ജനത്തിൽ വിലയിരുത്തും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് മാത്രമേ എനിക്കറിയാനുള്ളൂ. അല്ലാതെ ഇതിന്റെ പുറത്ത് കേസ് ഉണ്ടാവും, നാളെ ശോഭാ സുരേന്ദ്രനെ ശിക്ഷിക്കും എന്നൊന്നും അയോഗ്യയാക്കുമെന്നൊന്നും കരുതാനേ ആവില്ല. ആകൂല, ഒരിക്കലും ആവില്ല.